കീം കൗൺസിലിംഗിൽ ഇനി ബാക്കിയുള്ളത് BAMS ഉൾപ്പെടെയുള്ള അലൈഡ് കോഴ്സുകളുടെ സ്ട്രേ റൗണ്ട്, അതുപോലെ തന്നെ MBBS BDS കോഴ്സുകളുടെ സ്ട്രേ റൗണ്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന അലൈഡ് കോഴ്സിൻ്റെ സ്ട്രേക്ക് പങ്കെടുക്കുക, അതായത് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ MBBS BDSിലേക്ക് പോകുന്ന ഒരു മണ്ടത്തരം ആകുമോ എന്നുള്ളതാണ്. അതെ, BAMS എടുത്ത് നമ്മൾ സേഫ് ആണോ അതെയോ BDSന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, സ്റ്റിൽ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അതെ, കാരണം ഈ വർഷം ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആണല്ലോ. കാരണം ഒരുപാട് കുട്ടികൾ BDS വെയിറ്റ് ചെയ്ത് തേർഡ് റൗണ്ടിലും കിട്ടാതെ നിൽക്കുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്ക് പറഞ്ഞാൽ 30,000 റാങ്കിന് താഴത്തേക്ക് ആർക്കും ഒരു കോളേജിലും ഡെൻ്റൽ അലോട്ട് ആയിട്ടില്ല നിലവിൽ. അതെ, ഏകദേശം ഒരു 15,000 റാങ്കുകളും ഇനിയും വെയിറ്റ് ചെയ്യുകയാണ്. 40,000 പേരോളം ഉണ്ടല്ലോ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 40,000 പേരെങ്കിലും ജനറൽ കാറ്റഗറി ഉണ്ട്. അതിൻ്റെ ആർക്കും സീറ്റ്സ് കിട്ടിയിട്ടുണ്ടാകില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പോൾ സ്ട്രേ ആകുമ്പോൾ ഓൾറെഡി കുറേ പേര് എടുത്ത് നിൽക്കുമായിരിക്കും, അപ്പോൾ നമുക്ക് ഇച്ചിരി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, സിറ്റുവേഷൻ നേരെ തിരിച്ചാണ്. 2024 113 മാർക്ക് ജസ്റ്റ് ക്വാളിഫൈഡ് ആർക്കും BDS കിട്ടിയിരുന്നു തേർഡ് റൗണ്ട് വരെ. പക്ഷേ സ്ട്രേ റൗണ്ടിൽ എത്തിയപ്പോഴത്തേനും എന്നിട്ടും സീറ്റ്സ് വേക്കൻ്റ് ആയിരുന്നു. പക്ഷേ സ്ട്രേ റൗണ്ടിൽ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 18,375 വരെയാണ് ഒരു A ഗ്രേഡ് കോളേജിൽ കിട്ടിയേക്കുന്നത്, സ്ട്രേ റൗണ്ടിൽ കിട്ടിയേക്കുന്നത്. അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റൗണ്ട് പോലെ അല്ല, സ്ട്രേയിലാകുമ്പോൾ കളി മൊത്തത്തിൽ മാറി. കാരണം ഒരിടത്തും സീറ്റ് കിട്ടാത്ത ആകെ വേക്കൻസി ഉള്ളത്, കാരണം തേർഡ് റൗണ്ടിൽ എടുത്തില്ലെങ്കിൽ അവർ എൻ്റയർലി കൗൺസിലിംഗ് പ്രൊസീജിയറിൽ നിന്ന് ഔട്ടായി പോകുന്നുണ്ട്. തേർഡ് റൗണ്ടിൽ കഴിഞ്ഞിട്ട് സീറ്റ്സ് വേക്കൻറ്റ് വരുന്ന ഒരു 10, 12, 15 സീറ്റ്സേ വേക്കൻറ്റ് വരത്തുള്ളൂ. അതിലേക്കാണ് ഈ പറഞ്ഞത് 18,375 വരെയാണ് കഴിഞ്ഞ വർഷം സ്ട്രേ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്ന ആൾ. ഈ വർഷം കോളേജിന്റെ എണ്ണം കുറവാണ്, കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലുമാണ്. ഈ വർഷം 18,000 പോലും വരുമോ എന്നുള്ളത് അല്ലേ ഒരു ഡൗട്ടായ കാര്യമാണ്. 20,000 റാങ്കിൽ താഴെയുള്ളവർ തീർച്ചയായും BAMS എടുത്ത് സേഫായി നിൽക്കുക. അതെ അതെ. BAMSൻ്റെ ഇപ്പോഴത്തെ ലാസ്റ്റ് റൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് തേർഡ് റൗണ്ട് വരെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും സീറ്റ് കിട്ടുന്നൊരു ഓപ്ഷനായിരുന്നു. 113 മാർക്ക് നിങ്ങൾ ഓപ്ഷൻ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്വാളിഫൈഡ് ആയ, ഈവൻ റിസർവേഷൻ കാറ്റഗറി ക്വാളിഫൈഡ് ആയവർക്ക് പോലും സീറ്റ്സ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇനിയും സ്ട്രേ റൗണ്ടിൽ അപ്ലൈ ചെയ്താലും ഏകദേശം 60ഓളം വേക്കൻസി ഉണ്ട്. വേക്കൻസി ലിസ്റ്റൊക്കെ അറിയാൻ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ വർഷം 18,000 ആയിരുന്നു, ഈ വർഷം അത്രയും വരുമെന്നല്ല നമ്മൾ പറയുന്നത്. ഒരു 16,000 എങ്കിലും റാങ്ക് ഇല്ലാത്തവർ BAMS ട്രൈയും കൂടെ കൊടുത്തിട്ട് BDSിലേക്ക് വെയിറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ പേരും ചോദിക്കുന്നതാണ്, ഇപ്പോൾ BAMS ട്രൈക്ക് ഇപ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടി, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ BDS സപ്പോസ് കിട്ടുവാണെങ്കിൽ നമുക്ക് മാറാൻ പറ്റുമോ? പൊതുവേ കീം നടത്തിക്കൊണ്ടിരുന്ന BDS BAMS ട്രൈ ഒരുമിച്ചായിരുന്നു. പക്ഷേ ഈ വർഷത്തെ സീറ്റ് ഇൻക്രിമെൻ്റ് NMCയുടെ നോട്ടിഫിക്കേഷൻ പലതായിട്ട് മാറിയുകൊണ്ട് BAMSനെ അലൈഡിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഇതുവരെ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ അത് സെപ്പറേറ്റ് കൗൺസിലിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈവൻ ദോ ഒരു BAMSന് സീറ്റ് എടുത്താൽ പോലും നമുക്ക് അവർക്ക് BDSിലേക്ക് മാറുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, സ്ട്രേയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതായത് BAMS ട്രൈയിൽ, അതായത് അലൈഡിൻ്റെ സ്ട്രേയിൽ നിങ്ങൾക്കിപ്പോൾ BAMSന് ഒരു സീറ്റ് കിട്ടിയെന്ന് വരും, നിങ്ങളുടെ BDS കിട്ടാനുള്ള ഒരു സാധ്യത അതിന് തടസ്സമാവുന്നില്ല. അതെ, അതുകൊണ്ട് നിങ്ങളിപ്പം പ്രത്യേകിച്ചും ഒരു 16,000 15,000 റാങ്കിലും താഴെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും BAMS ട്രൈയും കൂടെ അപ്ലൈ ചെയ്യും. BAMSന് പോകാൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് തന്നെ നോക്കി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എല്ലായിടത്തും മിനിമം ഒരു സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് തന്നെ എത്താൻ പറ്റും. അപ്പോൾ അത് നോക്കി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് കോളേജ് തന്നെ അഡ്മിഷൻ നേടാനുള്ള പോസിബിലിറ്റി സ്റ്റിൽ പെൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇതായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.